റിപ്പോർട്ടർ ബ്രേക്കിംഗ്. കോതമംഗലത്ത് ആൺസുഹൃത്തിനെ കൊലപ്പെടുത്തിയത് റെഡ്ബുള്ളിൽ കളനാശിനി കലർത്തിയാണെന്ന് പോലീസ് കണ്ടെത്തി. പ്രതി അദീനയുടെ വീട്ടിൽ നിന്നും റെഡ്ബുള്ളിന്റെ ക്യാനുകൾ പോലീസ് കണ്ടെത്തി. അൻസിൽ നിരന്തരമായി റെഡ്ബുൾ ഉപയോഗിക്കുന്ന ആളാണെന്ന് മനസ്സിലാക്കിയ ശേഷമായിരുന്നു കൊലപാതകം. കൃത്യം നടത്താൻ അദീനയ്ക്ക് മറ്റാരുടെയും സഹായം ലഭിച്ചിട്ടില്ല എന്നാണ് കണ്ടെത്തൽ. എസ് എസ് ശരൺ വിവരങ്ങൾ നൽകും. ശരൺ, എങ്ങനെയായിരുന്നു കൊലപാതകം എന്നതിൽ പോലീസിന് കാര്യങ്ങൾ വ്യക്തമാവുകയാണോ? അദീന ഇക്കാര്യം സമ്മതിച്ചോ? സ്മൃതി, അദീന ഈ കാര്യങ്ങളെല്ലാം തന്നെ സമ്മതിച്ചിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. എന്തായാലും നേരത്തെ കളനാശിനി നൽകിയുള്ള ക്രൂരമായ കൊലപാതകമാണ് കോതമംഗലത്ത് നടന്നെന്നുള്ള കണ്ടെത്തലിലേക്കാണ് പോലീസ് എത്തിച്ചേർന്നത്. അപ്പോഴും ഉയർന്നിരുന്ന പ്രധാനപ്പെട്ട പ്രസക്തമായ ചോദ്യം എന്തിൽ കലർത്തി നൽകിയാണ്, അതായത് കളനാശിനി എന്തിൽ കലർത്തി നൽകിയാണ് ഈ കൊലപാതകം എന്നുള്ളതാണ്. അതിനാണ് ഇപ്പോൾ പോലീസ് ഉത്തരം കണ്ടെത്തിയിരിക്കുന്നത്. അത് പ്രധാനമായും പോലീസ് പറയുന്നത് റെഡ്ബുള്ളിൽ കലർത്തി നൽകിയാണ് ഈ കൊലപാതകം നടന്നിരിക്കുന്നതെന്നുള്ളതാണ്. അതായത് ഈ കൊല്ലപ്പെട്ട അൻസിൽ നിരന്തരമായി റെഡ്ബുൾ ഉപയോഗിക്കുന്ന ആളായിരുന്നു. അങ്ങനെ അത് മനസ്സിലാക്കിയോടുകൂടിയാണ് റെഡ്ബുള്ളിൽ കളനാശിനി കലർത്തി നൽകാമെന്നുള്ള തീരുമാനത്തിലേക്ക് അദീന എത്തിച്ചേർന്നത്. ഇതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട തെളിവുകൾ പോലീസിന് അദീനയുടെ വീട്ടിൽ നിന്ന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് റെഡ്ബുളിന്റെ ക്യാനുകൾ കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ കൃത്യത്തിന് പിന്നിൽ കൃത്യമായ ആസൂത്രണം നടന്നിട്ടുണ്ടെന്നുള്ളതും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. 2 മാസത്തോളം നീണ്ട ആസൂത്രണമാണ് ഇതിന് പിന്നിൽ നടന്നിരിക്കുന്നത്. അങ്ങനെ 2 മാസത്തെ ആസൂത്രണത്തിനൊടുവിൽ കഴിഞ്ഞ മാസം 30-ാം തീയതി കൊലപ്പെടുത്താമെന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നു. അങ്ങനെ ഈ അൻസിലിന്റെ ഫോണിലേക്ക് നിരന്തരമായിട്ട് അദീന ബന്ധപ്പെടുന്നു. വീട്ടിലേക്ക് വരണമെന്ന് ആവശ്യപ്പെടുന്നു. അപ്പോൾ വീട്ടിലേക്ക് വരാൻ അൻസിൽ കൂട്ടാക്കിയിരുന്നില്ല. ഇതിന് പിന്നാലെ അൻസിൽ അദീനയുടെ നമ്പർ ബ്ലോക്ക് ചെയ്യുകയും ചെയ്തിരുന്നു. ഇതോടുകൂടി സുഹൃത്തിന്റെ ഫോണിലേക്ക് ബന്ധപ്പെടുകയും അങ്ങനെ സുഹൃത്ത് മുഖാന്തരമാണ് ഇത്തരത്തിൽ അൻസിലിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയെന്നുള്ളൊരു കണ്ടെത്തലേക്ക് കൂടിയാണ് പോലീസ് എത്തിച്ചേർന്നിരിക്കുന്നത്. അതിനുമായുള്ള തെളിവെടുപ്പ് നടപടികളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. വൈകാതെ തന്നെ കോടതിയിൽ ഹാജരാക്കും. ഇതോടൊപ്പം തന്നെയാണ് നേരത്തെ തെളിവ് നശിപ്പിക്കാനുള്ള നടപടികളിലേക്ക് അദീന കടന്നിരുന്നപ്പോൾ തന്നെ മറ്റാരുടെയെങ്കിലും സഹായം അദീനയ്ക്ക് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യം കൂടി ഉയർന്നിരുന്നു. പോലീസ് ഇപ്പോൾ പറയുന്നത് മറ്റാരുടെയും സഹായം ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. CCTV തകരാറിലാക്കിയതൊക്കെ തന്നെ ഇവർ സ്വന്തമായിട്ടാണ്. അങ്ങനെ സ്വന്തമായിട്ടാണ് ഇവർ ഈ കൃത്യം ആസൂത്രണം ചെയ്തതെന്നുള്ള ഒരു കണ്ടെത്തലേക്ക് കൂടിയാണ് കോതമംഗലം പോലീസ് എത്തിച്ചേർന്നിരിക്കുന്നത്. ശരി, എസ് എസ് ശരണാണ് വിവരങ്ങൾ നൽകിയത്.